അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ് കേട്ടോ. ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് പാലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒരു 1/2 ലിറ്റർ പാലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ്. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ശേഷം ഞാനൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെ കട്ടൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ശേഷം നമുക്ക് ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിലോട്ട് ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് ചേർത്ത് കുറച്ച് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് കുറുകിയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കട്ടിയായി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളക്കാൻ നിൽക്കരുത് കേട്ടോ. തിളക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും. നന്നായിട്ടൊന്ന് കട്ടിയായി തുടങ്ങുമ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ബൗളിലോട്ടൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഇനി അടുത്തായിട്ട് തിരിച്ച് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. കുറച്ച് കുരുയില്ലാത്ത മുന്തിരി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുന്തിരി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്, ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്, കുറച്ച് ഉറുമാമ്പഴം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മളെ കയ്യിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ.